ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 അസ്ലുകൾ, അടിസ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. വിശ്വാസിക്കെന്ന് മാത്രമല്ല, എല്ലാ ഓരോ ദാസനും ഈ 3 അസ്ലുകൾ അഥവാ അടിസ്ഥാനങ്ങൾ, അൽ ഉസൂലു സലാസ, അറിഞ്ഞിരിക്കൽ അവന്റെ മേൽ ബാധ്യതയും നിർബന്ധവുമാണ്. അവ 1, മാരിഫത്തുൽ അബ്ദ് റബ്ബഹു, ഒരു ദാസൻ തന്റെ റബ്ബിനെ അറിയുക. 2, മാരിഫത്തുൽ അബ്ദ് ദീനഹു, ദാസൻ തന്റെ ദീന് മനസ്സിലാക്കുക. 3, മാരിഫത്തുൽ അബ്ദ് നബിയഹു, ദാസൻ തന്റെ നബിയിനെ, റസൂലിനെ അറിയുക, മനസ്സിലാക്കുക. ഇതാണ് ഒരു ദാസന്റെ മേൽ ബാധ്യതയായിട്ടുള്ള 3 അസ്ലുകൾ, അടിസ്ഥാനങ്ങൾ. അതിൽ 3ാമത്തെ അസ്ൽ അഥവാ മാരിഫത്തുൽ അബ്ദ് നബിയഹു, ദാസൻ തന്റെ നബിയിനെ അറിയുക എന്നതിന്റെ ഭാഗമാണ് ഇന്ന് ഈ മിമ്പറിൽ നമ്മുടെ ഖതീബ് ഏതാനും കാര്യങ്ങൾ നമ്മളോട് വിവരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉലകത്തിൽ
ഭൂഖണ്ഡങ്ങളിൽ ചില പ്രത്യേക ഭാഗങ്ങളെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. നാളുകളിലും സമയങ്ങളിലും അള്ളാഹു ചില നാളുകളെയും സമയങ്ങളെയും പ്രത്യേകം തെരഞ്ഞെടുത്തു. ആളുകളിൽ ആദം സന്തതികളിൽ അള്ളാഹു ചിലരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു മഹത്വം കൽപ്പിച്ച് തെരഞ്ഞെടുത്തത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉലകത്തിലെ ഏറ്റവും പേരുകേട്ട ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കുകയുണ്ടായി, അഥവാ ഖുറൈശികളിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിന്റെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ നിന്ന് കിനാനയെയും ബനു കിനാനയിൽ നിന്ന് ഖുറൈശികളെയും, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെയും, ബനു ഹാഷിമിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ബനു ഹാഷിമാണ്. നബിയുടെ ഗോത്രം അത് ഖുറൈശാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൗത്രൻ ഇസ്മായിലിന്റെ സുലാലത്തിൽ സന്താന പരമ്പരയിൽ ഭൂജാതനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞു, ഇമാം തുർമുദിയുടെ റിപ്പോർട്ടിൽ, ഞാൻ ഏറ്റവും നല്ല കുടുംബത്തിലും ഏറ്റവും നല്ല വീട്ടിലും പിറന്നവനാണ്, അല്ലെങ്കിൽ അതിലെ വ്യക്തിത്വമാണ്, മെമ്പറാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ്, അഹ്മദ്, നബിയുർ റഹ്മ, അൽ ഹാഷിർ, അൽ മാഹി, അൽ ആഖിബ് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നിലധികം പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ളയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ബനു സുഹ്റ ഗോത്രക്കാരി ആമിന ബിൻതു വഹബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ഭൂജാതനാകുന്നത് യതീമായി കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പറയുന്നത്, അലം യജിദ്ക യതീമൻ ഫആവ, അല്ലാഹു നിങ്ങളെ യതീമായിട്ടാണ് കണ്ടത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് അഭയമേകുകയുണ്ടായത് എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള സിറിയയിലേക്കുള്ള ഒരു യാത്രാ മധ്യേ യസ്രിബിൽ ബനു നജ്ജാർ ഗോത്രക്കാരുടെ കുടുംബത്തിൽ അന്നാബിഹത്തു ദുബിയാനി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ മരണപ്പെടുകയുണ്ടായി. യതീമായി ജനിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ ആമിനയുടെയും ഉപ്പ തനിക്കാക്കി നിശ്ചയിച്ച ആയയായ ഉമ്മു ഐമൻ എന്ന ബറക്കയുടെയും സംരക്ഷണത്തിലാണ് കുരുന്നായിരിക്കെ ഉണ്ടായിരുന്നത്. അറബികളുടെ പതിവനുസരിച്ച് പലരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടിയിട്ടുണ്ട്. ആമിന ഉമ്മ എന്ന പോലെ സുവൈബത്തുൽ അസ്ലമിയ എന്ന ബനു അസ്ലം ഗോത്രക്കാരിയും, സഅദിയയിൽ ഹലീമ അസഅദിയയും 4 വർഷം സഅദിയയിൽ ഹലീമ സഅദിയയുടെ മുല കുടിച്ച് സംരക്ഷണത്തിൽ വളർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പിന്നീട് തന്റെ ബാല്യം ചെലവഴിക്കുന്നത് മക്കയിലാണ്. 6-ാമത്തെ വയസ്സിൽ മാതാവ് ആമിന മരണപ്പെടുകയുണ്ടായി. പ്രപിതാവായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ 6 വയസ്സ് മുതൽ കഴിഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പ പ്രപിതാവ് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം പിതൃ സഹോദരൻ അബൂ താലിബിന്റെ ചുമതലയിലും കീഴിലുമായിരുന്നു. ബാലനായിരിക്കെ ഖുറൈശികൾക്ക് അവരുടെ ആടുകളെ മേച്ച് ജോലി ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട് മക്കയിലെ പ്രബോധന കാലഘട്ടം തീർന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറയുടെ 8-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹാക്കുന്നതിന് വേണ്ടിയുള്ള മദീനയിൽ നിന്നുള്ള മക്കയിലേക്കുള്ള തിരിച്ചു യാത്രയിൽ സഹാബികൾ അറാഖ് വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അതിൽ കറുപ്പ് നിറം വന്നത് പറിച്ചു തിന്നുവാൻ പറയുകയുണ്ടായി. അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പ്രവാചകരെ, എങ്ങനെയാണ് ഈ ഫലം അതിൽ കറുപ്പാണ് ഏറ്റവും രുചിയുള്ളതെന്ന് നിങ്ങൾക്കറിയുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തന്റെ ബാല്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഈ അറാഖ് വൃക്ഷങ്ങൾക്കിടയിൽ ഖുറൈശികളുടെ ആടുകളെ മേച്ച് നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പഴമായിരുന്നു പറിച്ചു തിന്നിരുന്നത്. അന്ന് ഞാൻ ഏറ്റവും രുചിയുള്ളത് ഇതിൽ കറുത്ത നിറമുള്ളതിന് ആയിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത്. അപ്പോൾ മക്കയിൽ അറാഖിന്റെ വൃക്ഷങ്ങൾക്കിടയിൽ അവിടുത്തെ കുറ്റിക്കാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുകളെ മേച്ചായിരുന്നു തന്റെ ബാല്യം ചെലവഴിച്ചിരുന്നത്. ഖുറൈശികൾക്ക് ജോലി വേല ചെയ്ത് ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ അതിന് പകരം പണം നൽകാറുണ്ടായിരുന്നു. ബാല്യം അള്ളാഹുവിൽ നിന്നുള്ള ഹിഫ്ളിലും ഹിമായത്തിലും സംരക്ഷണത്തിലും കാവലിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാഹിലിയത്തിന്റെ ദുഷിപ്പുകൾ പലതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുഷിപ്പിലൊന്നും ഒരാളായില്ല എന്നുള്ളതും ആ ദുഷിപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാധീനിക്കുകയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ വക്രമാക്കുകയോ വ്യതിചലിപ്പിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ഒരൊറ്റ വിഗ്രഹത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊടുകയോ തടവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഗ്രഹത്തിനും നമിക്കുകയോ വണങ്ങുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തിരുനബിയുടെ ജീവചരിത്രം സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നത്. ബാല്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ അള്ളാഹുവിന്റെ കാവലിൽ ചെലവഴിച്ചു. ആ ബാല്യം യൗവനത്തിന് വഴിമാറിയപ്പോൾ ഖുറൈശികളുടെ അന്നത്തെ പതിവ് സമ്പ്രദായം കച്ചവട ചരക്കുകളെ നയിച്ച് അവർ തങ്ങളുടെ യൗവനത്തിൽ അധ്വാനിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതൃവ്യൻ അബൂ താലിബിനോടൊപ്പം പല കച്ചവട ചരക്കുകളെയും നയിച്ച് സിറിയൻ ദേശത്തേക്ക് സഞ്ചരിക്കുകയുണ്ടായിട്ടുണ്ട്. 25-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മക്കയിൽ ഏറെ കുലീനയും വിശുദ്ധയുമായ ഒരു മഹദിയായിരുന്നു ഖദീജ ബിൻത് ഖുവൈലിദ് അൽ അസദിയ. അവർ കച്ചവട ചരക്കുകളെ പലരുടെയും നേതൃത്വത്തിൽ സിറിയൻ ദേശത്തേക്ക് നിയോഗിച്ചയക്കാറുണ്ടായിരുന്നു. തിരുനബിയുടെ 25-ാമത്തെ വയസ്സിൽ ഖദീജയുടെ കച്ചവട ചരക്കിന്റെ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയും തിരുനബിക്കുള്ള സഹായിയായി ഖദീജ തന്റെ അടുത്ത ബന്ധു മൈസറയെ നിശ്ചയിക്കുകയും ഉണ്ടായി. ഖദീജയുടെ ജീവിതത്തിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു ധന്യതയും ലാഭവും അനുഗ്രഹവും
ആ കച്ചവടത്തിൽ, ആ യാത്രാ സംഘത്തിൽ, കച്ചവട സംഘത്തിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി എന്നാണ്. അതിനെക്കുറിച്ച് ഖദീജ അന്വേഷിച്ചപ്പോൾ മൈസറയുടെ മറുപടി ആത്മാർത്ഥതയും വിശ്വാസ്യതയും സത്യസന്ധതയും കലർന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപാടാണ് ഈ അഭിവൃദ്ധിക്ക് പിന്നിൽ എന്ന് മൈസറ പറഞ്ഞപ്പോൾ ഖദീജ ബിൻത് ഖുവൈലിദ് നുഫൈസ അല്ലെങ്കിൽ നഫീസ എന്ന് പറയുന്ന ഒരു മഹദിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം അന്വേഷിക്കുകയും അങ്ങനെ അബൂ താലിബിന്റെ ചെലവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം മക്കയിൽ നടക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമമായ വിവാഹം അത് അവിടുത്തെ 25-ാമത്തെ വയസ്സിലായിരുന്നു. വൈവാഹിക ജീവിതം തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർക്കിടയിൽ ഒരാളായി ജീവിക്കുമ്പോൾ അന്നത്തെ മക്കയുടെ ഭൗതിക സാഹചര്യം തീർത്തും അന്ധത മുറ്റിയതായിരുന്നു. വിശ്വാസരംഗം വിഗ്രഹാരാധനയുടെയും സൃഷ്ടിപൂജയുടെയും വേദിയായിരുന്നു. ധാർമ്മികതയും സാംസ്കാരികതയും മക്കയിൽ നിന്ന് വഴിമാറി നിന്നിരുന്നു. വിശ്വാസപരമായി സാംസ്കാരികമായി വരണ്ട മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് സത്യസന്ധമായി ഋജുമാർഗിയായി അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഒരു സാഹചര്യം ഒത്തിണങ്ങാത്തതിനാൽ മക്കയിൽ നിന്ന് തെറ്റി ജബൽ അന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ ഹിറ എന്ന് പറയുന്ന ഗുഹയുടെ ഓരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ മാസം മുതൽ ചില സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ പകൽ വെളിച്ചം പോലെ പുലരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. റബീഉൽ അവ്വലിനെ തുടർന്ന് ഏതാനും മാസങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ കയ്യിൽ സൂക്ഷിച്ച വെള്ളവും ഭക്ഷണവുമായി ഹിറയിൽ കഴിയും. അത് റമദാൻ മാസം വരെ തുടർന്നു. റമദാൻ മാസത്തിന്റെ ഒടുക്കത്തെ പത്തിൽ ഒരൊറ്റ രാവിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്റെ ഒറിജിനൽ രൂപം പൂണ്ട് ചക്രവാളം നിറഞ്ഞു നിന്നു. പിന്നീട് മനുഷ്യരൂപം പൂണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കൈമാറി ഇഖ്റയിൽ തുടങ്ങി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം എന്ന് തുടങ്ങിയ നുബുവത്തിന്റെ ആദ്യ 5 വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിഅ്സത്തുണ്ടായി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി പ്രവാചകനായി നിയോഗിതനായി. മലയിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പിന്നീട് മക്കയിൽ തന്റെ ജീവിതം തുടർത്തി. അതിൽ പിന്നെ സൂറത്തുൽ മുദ്ദസ്സിറിന്റെ അവതരണം ഉണ്ടായി. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് തുടങ്ങിയ വചനങ്ങൾ. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിനപ്പുറം റിസാലത്തുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായി കൂടി അവരോധിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ മുഅ്ജിസത്തുകൾ അള്ളാഹുവിനാൽ കനിയപ്പെട്ട പ്രവാചകനാണ്. ലോകാത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അതേപോലെ തന്നെ പ്രവാചകനുള്ള മുഅ്ജിസത്തുകൾ ധാരാളമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടി ചന്ദ്രൻ പിളർന്നു മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾക്കിടയിൽ വിരലുകൾക്കിടയിലൂടെ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തെന്നോണം നിർഗളിപ്പിച്ചു. അതേപോലെ ഇസ്രാ മിഅ്റാജിന്റെ രാവുകളിലെ യാത്രകൾ തുടങ്ങി ധാരാളം മുഅ്ജിസത്തുകൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലുള്ളവർ 500ഓളം മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതായി എണ്ണുകയും
അതിൽ ഗ്രന്ഥരചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നബിയായി റസൂലായി നിയോഗിക്കപ്പെട്ട പ്രവാചകനിലൂടെ ധാരാളം മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുകയുണ്ടായി. പല ഔലവിയാത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. അഥവാ പല ഒന്നാം സ്ഥാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ആദ്യമായി ഖബർ പിളർന്ന് ബഅസുണ്ടായാൽ അഥവാ പുനർജന്മമുണ്ടായാൽ ആദ്യമായി ഖബർ പിളർന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവൻ ഞാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അവ്വലു മൻ യജ്താസു സിറാത്ത്, സിറാത്തിനെ ആദ്യമായി മുറിച്ചു കിടക്കുന്നവൻ ഞാനായിരിക്കും. അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫ്ഫഅ, ആദ്യമായി ശുപാർശ പറയുന്നവൻ ഞാനായിരിക്കും, ആദ്യമായി ശുപാർശക്ക് അനുവാദം ലഭിക്കുന്ന വ്യക്തിയും ഞാനായിരിക്കും. അള്ളാഹു എനിക്കായിരിക്കും ആദ്യം ശുപാർശ പറയുവാനുള്ള അനുവാദം നൽകുക. എല്ലാ സൃഷ്ടികളെയും മുൻകടന്ന്, എല്ലാ നബിമാരെയും മുൻകടന്ന് ആദ്യമായി ഹൗദിൻ കരയിലെത്തി ഹൗദിലെ ജലം അർഹിക്കുന്നവർക്ക് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അത് കനിയുന്നവൻ, അത് നൽകുന്നവൻ, അത് ഞാനായിരിക്കും, റസൂലായിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ അവ്വലു മൻ യഖ്റഉ ബാബൽ ജന്ന, ആദ്യമായി സ്വർഗ കവാടം മുട്ടുന്നവൻ ഞാനായിരിക്കും. അഥവാ ആദ്യമായി സ്വർഗീയ കവാടം തുറക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് ഔലവിയത്തായി ആദ്യമുള്ളതായി പറഞ്ഞു. അതേപോലെ ധാരാളം മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാമായിട്ടും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വിനയാന്വിത ദാസനും അള്ളാഹുവിന്റെ റസൂലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അമിത പ്രശംസ നടത്തരുത്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചു, ഖുൽ ഇന്നി ലാ അംലികു ലിനഫ്സി ഖുൽ ഇന്നി ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അ വലാ അഅലമുൽ ഗൈബ്, പറഞ്ഞേക്കുക, ഞാൻ എനിക്ക് ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല, ഞാൻ അദൃശ്യവും അറിയുന്നവനല്ല. വലൗ കുൻതു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ, ഗൈബ് അദൃശ്യം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ നന്മകളെ പെരുപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വ്യക്തി അള്ളാഹുവെ തുല്യപ്പെടുന്ന രീതിയിൽ സംസാരിച്ചു. മാഷാ അല്ലാഹു വശിഅ, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഖദ് ഖലഖക, നീ എന്നെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയോ? അള്ളാഹുവല്ലേ നിന്നെ പടച്ചത് എന്നിരിക്കെ നീ എങ്ങനെ എന്നെ അള്ളാഹുവോട് തുല്യപ്പെടുത്തും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയെ തിരുത്തുകയും ലോകർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം, അതും സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നിലുള്ളതായ വിനയം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മുഅ്ജിസത്തുകളുള്ള പ്രവാചകനാണ്, ധാരാളം പ്രത്യേകതകളും അതേപോലെ തന്നെ പ്രഥമ സ്ഥാനങ്ങളുമുള്ള പ്രവാചകനാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാമായിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയാന്വിതരിൽ വിനയാന്വിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവപരമായിട്ടുള്ള പ്രത്യേകതകൾ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ, അത് ധാരാളമാണ്. എണ്ണിയാൽ പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു വേദിയിൽ സമയത്ത് അത് പറഞ്ഞു തീർക്കുക
അസാധ്യമാണ്. എങ്കിലും ഖതീബ് ഉണർത്തിയതുപോലെ ഏതാനും അതിലെ ഭാഗങ്ങൾ വിശ്വാസികളായ നമ്മൾ വിശിഷ്യ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലോകം ഈ കാരുണ്യത്തിന്റെ നീതിയുടെ പ്രവാചകനിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമ ഗുണങ്ങൾ ഏറെയുള്ള, ഉത്കൃഷ്ട പ്രത്യേകതകൾ ഏറെയുള്ള വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണ് റബ്ബ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തിന്മേലാകുന്നു പ്രവാചകരെ നിങ്ങളുള്ളത് എന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് ആണയിട്ട് ഉണർത്തി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യവാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരക്ത ജീവിതം നയിക്കുന്നവനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർദ്രതയുടെ ഹൃദയമുള്ളവനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യവാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറ്റത്തിൽ മാന്യതയുള്ളവനായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യവാനും ഉത്കൃഷ്ടതയുടെ സ്വഭാവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പറയപ്പെട്ടാൽ അതിന്റെ ഏറ്റവും നിറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണവുമായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ എന്ത് ചോദിക്കപ്പെട്ടാലും ആ ചോദ്യത്തെ തിരസ്കരിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു അറാബി വന്നു, തന്റെ ഒട്ടകത്തെ നിർത്തിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന തിരുനബിയുടെ വസ്ത്രം വലിച്ചു മുറുക്കി പ്രവാചകനെ ഉന്തിവിട്ട് അയാൾ പറഞ്ഞു, മുഹമ്മദേ, അള്ളാഹുവിന്റെ സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് ഈ ഒട്ടകപ്പുറത്ത് നീ എനിക്ക് അല്പം നൽകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം തന്റെ കഴുത്തിൽ കാണുന്നത് ആറാബി പിടിച്ചു വലിച്ചപ്പോൾ വസ്ത്രം മുറുകി അത് അടയാളം തീർത്തതാണ്. തിരുനബിയുടെ ശരീരം വെളുത്തു ചുവന്ന ശരീരമാണ്. അതിൽ പിടിച്ചു മുറുക്കി വലിച്ചാൽ അതിന്റെ വസ്ത്രത്തിന്റെ കര, അതിന്റെ അടയാളം നന്നായി പ്രകടമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിച്ചു. അതുകൊണ്ട് തന്നെ അറാബിയോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പിടിച്ചു വലിച്ചു, എനിക്ക് വേദനയുണ്ടാക്കി, എന്റെ ശരീരത്തിൽ അത് അടയാളം തീർത്തു, അതിന് നിങ്ങളോട് എനിക്ക് പകരം ചോദിക്കേണ്ടതുണ്ട്. അറാബി പറഞ്ഞു, അതുണ്ടാവുകയില്ല, ഞാൻ സമ്മതിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ആക്രമിച്ചതിന് പകരം. അറാബി പറഞ്ഞു, താങ്കൾ തിന്മക്ക് തിന്മ പകരം നൽകുകയില്ല എന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതിക്രിയ ചെയ്യുകയില്ല എന്ന ഉറപ്പിലാണ് എന്റെ വലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പുഞ്ചിരിച്ചു. അയാളുടെ ഒട്ടകപ്പുറത്ത് അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കയറ്റി യാത്രയാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും ഉണ്ടായി. വികാരം നമ്മുടെ പ്രവാചകനെ നയിച്ചിരുന്നില്ല. വിവേകവും തന്റേടവുമായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നയിച്ചിരുന്നത്. അതിനാൽ വിവേകത്തിന്റെയും തന്റേടത്തിന്റെയും പെരുമാറ്റത്തിൽ ഒരു പുഞ്ചിരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിൽ എത്രയോ കടുത്ത ഹൃദയത്തിന്റെ വാക്താക്കൾ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. സഅദ് ബിനു സെയ്ദ് ബിനു സഅനയെ പോലുള്ള യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിൽ കലിമ ചൊല്ലി അംഗങ്ങളാവുവാൻ കാരണമായത് അവർ ദ്രോഹിച്ചിട്ടും അവർ കണ്ണുരുട്ടിയിട്ടും അവർ അവിവേകം പ്രവർത്തിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഇടത്തിൽ വിവേകത്തിൽ പുഞ്ചിരിയിൽ പ്രതികരിച്ചത് കാരണത്താലാണ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോല ഹൃദയനായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി നമസ്കരിക്കുവാൻ ആഗ്രഹിച്ച് നമസ്കാരത്തിന് കൈകെട്ടിയാൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘിപ്പിച്ച് നമസ്കരിക്കുവാൻ ഉദ്ദേശിച്ചത് പ്രവാചകൻ ചുരുക്കുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും,
നമസ്കാരം ചുരുക്കുവാൻ കാരണം ആ കുഞ്ഞ് കരയുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ അത് പ്രയാസം സൃഷ്ടിക്കുമല്ലോ എന്നത് ആലോചിച്ചാണ് ഞാൻ നമസ്കാരം ചുരുക്കിയത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം റഹ്മത്തുള്ള പ്രവാചകനായിരുന്നു. മദീനയിൽ ബുദ്ധിക്ക് വേണ്ടത്ര സുഖമില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചവർ വലിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബുദ്ധിമാന്യമുള്ള സ്ത്രീയോടൊപ്പം ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പോരുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയ സഹാബികൾ പറഞ്ഞത്, അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുകാർക്ക് ഒരാളെന്ന പോലെ ജീവിച്ചു. തിരുനബി തന്റെ വസ്ത്രം തുന്നുമായിരുന്നു, ചെരുപ്പ് തുന്നി പ്രവാചകൻ റെഡിയാക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുവേലകളിൽ കുടുംബത്തെ സഹായിക്കുമായിരുന്നു. ബാങ്കൊലി കേൾക്കുമ്പോൾ ജോലി നിർത്തി ഞങ്ങളിൽ ഒരാളല്ലാത്ത പോലെ പ്രവാചകൻ പെരുമാറി നമസ്കാരത്തിന് പ്രവാചകൻ പുറപ്പെടാറുണ്ടായിരുന്നു എന്നൊക്കെ ഉമ്മുൽ മുഅ്മിനീനും മറ്റും രേഖപ്പെടുത്തിയതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ഏറെ പരീക്ഷിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരീക്ഷണങ്ങൾ ആലോചിക്കുകയും അയവിറക്കുകയും ചെയ്താൽ അത് മനുഷ്യരാശി അവർക്ക് ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ തിരുനബിക്ക് ഏറ്റതിനെ അപേക്ഷിച്ച് അതെല്ലാം നിസ്സാരമായിരിക്കും. ആ രീതിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പരീക്ഷണം. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ 40 വർഷം നമ്മുടെ പ്രവാചകനെ അൽ അമീൻ, ഞങ്ങളുടെ വിശ്വസ്തൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും കൃത്യമായി സൽക്കരിക്കുകയും തിരുനബിയെ പുഞ്ചിരിച്ച് തങ്ങളുടെ അടുക്കലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. എന്നാൽ 40 വയസ്സ് മുതൽ അവരുള്ള തിന്മയെയും അവരുള്ള ശിർക്കിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞതും ഹൃദയഭേദകമായ പ്രയോഗങ്ങളായിരുന്നു. അതുവരെ അവർക്ക് വിശ്വസ്തൻ. പക്ഷെ 40 വയസ്സിന് ശേഷം അവർ ആ പ്രവാചകനെ സാഹിർ, മാരണക്കാരൻ, കെദ്ദാബ്, പെരുന്നുണയൻ, ഷായിർ, കവി, മജ്നൂൻ, ഭ്രാന്തൻ, അബുത്തർ, ഗുണം കെട്ടവൻ, ഇങ്ങനെ പൂർവികരുടെ കഥകൾ, അന്ധവിശ്വാസങ്ങൾ പറയുന്നവൻ, മറ്റുള്ളവർ ഓതിക്കൊടുക്കുന്നത് ദിവ്യമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മേൽ വ്യാജം പറയുന്നവൻ, ഇങ്ങനെയൊക്കെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ് വ്യാജമായി ആരോപിച്ച് മാനസികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പീഡിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അന്യ ആളുകൾക്കിടയിൽ അവർ ദുഷ്കീർത്തി പരത്തുകയും ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ശാരീരികമായി ദ്രോഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ സുജൂദിൽ വീണ് കിടക്കുന്ന പ്രവാചകൻ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ തുടരവേ അവർ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ആ പ്രവാചകന്റെ മുതുകിൽ ചാർത്തി. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ അവർ പ്രവാചകൻ ധരിച്ച വസ്ത്രം മുറുക്കി അവർ റസൂലുള്ളാഹിയെ ദ്രോഹിച്ചു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ തുപ്പുവാൻ ശ്രമിച്ചു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കൂട്ടം കൂടി നിന്ന് ഖുറൈശികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിക്കുന്നത് കണ്ടപ്പോൾ അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ച് ഖുറൈശികളെ തിരുത്തിയതിൽ നിന്ന് മനസ്സിലാക്കാം എത്രമാത്രമായിരുന്നു അവർ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചതെന്ന്. 3 വർഷകാലഘട്ടം ഷഅബ് ബനി താലിബ് എന്ന മലഞ്ചെരുവിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപരോധിച്ചു. പൂർണ്ണ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തികഞ്ഞ ഊരുവിലക്ക് അവർ പ്രഖ്യാപിക്കുകയും ഭക്ഷണവും സംസാരം പോലും അവർ പ്രവാചകനോടും പ്രവാചകനോടൊപ്പമുള്ള ആളുകളോടും അവർ വിലക്കുകയുണ്ടായി. പച്ചിലയും പുല്ലും പറിച്ചു നിന്ന് ആടുകൾക്ക് കാഷ്ടിക്കുന്നത് പോലെ അവർ കാഷ്ടിച്ചിരുന്നു.
കാലിൽ തടയുന്ന തോല് ഇരുട്ടിന്റെ മറവിൽ ലഭിക്കുമ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്തി അതായിരുന്നു പശി അടക്കുവാൻ അവർ പരിഹാരം കണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ആ മുശ്രിക്കുകൾ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ തീർത്ത പ്രയാസങ്ങൾ എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ രീതിയിൽ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ചോദിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ, പ്രവാചകരെ, ഉഹദിലല്ലേ നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അല്ല, നിന്റെ ജനത അഖബയുടെ ദിവസം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ 10ാമത്തെ വർഷം തായിഫിലേക്ക് ഹിജറ പോയപ്പോൾ തായിഫിൽ നിന്ന് തായിഫിലെ ജനത പ്രവാചകനെ കൂക്കി വിളിച്ചും കല്ലെറിഞ്ഞും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിച്ചും അവർ പ്രവാചകനെ തായിഫിൽ നിന്ന് തിരിച്ചയച്ച ആ ദിവസമാണ് എന്റെ ജീവിത നാളുകളിൽ ഏറ്റവും കടുത്ത നാളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രു ദ്രോഹിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഖമിയ എന്ന് പറയുന്ന മൽഊൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെട്ടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറിവേൽപ്പിക്കുകയും ഉണ്ടായി. നെറ്റി പൊട്ടി, പിരടിയിൽ വെട്ടേറ്റു, മുൻപല്ലുകൾ പൊട്ടി, ശിരോവസ്ത്രമായി ധരിച്ചിരുന്ന ഇരുമ്പിന്റെ കവചം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളുകളിൽ മുറിവ് തീർക്കുകയുണ്ടായി. 1 മാസക്കാലം പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട മുഖം ഈ മുറിവിനാൽ പ്രയാസപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളാൽ ഏറെ പരീക്ഷിക്കപ്പെട്ടിരുന്നു. മുനാഫിഖുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ ഉറക്കം കെടുത്തി. ജൂതന്മാരും മുനാഫിക്കുകളും വിഷപ്പാമ്പുകൾ കണക്കെ മദീനയിൽ മുസ്ലിം സമൂഹത്തിൽ ഇഴഞ്ഞു നടന്നപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗര ജീവിതത്തിന് ഏറെ പ്രയാസം സൃഷ്ടിച്ചു. അവരാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിക്ക് 7 മക്കളെയാണ് കനിയുകയുണ്ടായത്. അൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം എന്നീ ആൺമക്കളും സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ എന്നീ പെൺമക്കളും 6 മക്കളിൽ 7 മക്കളിൽ 6 മക്കളും ഈ ദുനിയാവിന്റെ പരപ്പിൽ നമ്മുടെ പ്രവാചകൻ ജീവിച്ച നാളുകളിൽ തന്നെയാണ് മരണമടയുന്നത്. ഒരു പിതാവിന്റെ ജീവിതത്തിൽ ആ പിതാവിന്റെ കൺമുമ്പിൽ എന്നോണം 6 മക്കളുടെ മരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ പരീക്ഷണമാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിധം പരീക്ഷിക്കപ്പെടുകയുണ്ടായി. അതിൽ ഇബ്രാഹിം എന്ന പറയുന്ന കുട്ടി ഖദീജയിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത്. പ്രത്യുത മാരിയ എന്ന് പറയുന്ന മഹദിയിലാണ് ഉണ്ടായത്. ഈ മാരിയ എന്ന് പറയുന്ന മഹദിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ഇബ്രാഹിം എന്ന കുട്ടി ഏതാനും മാസങ്ങൾ ജീവിക്കുകയുണ്ടായി. കുട്ടിയെ മദീനയിൽ ഒരു ആയയുടെ അടുക്കൽ നോക്കുവാൻ, സംരക്ഷിക്കുവാൻ, മുലയൂട്ടപ്പെടുന്നതിന് ഏൽപ്പിച്ചിരുന്നു. ആ ആയയുടെ അടുക്കൽ ഇബ്രാഹിം എന്ന പറയുന്ന കുട്ടി മുല കുടിച്ച് വളരവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഒരു ദിനം സന്ദർശിക്കുമ്പോൾ കുട്ടി രോഗത്തിലും ചില പ്രയാസത്തിലുമാണ്. മടിയിലേക്ക് എടുത്തു വെക്കപ്പെട്ട ഇബ്രാഹിം എന്ന കുട്ടി തന്റെ മടിയിൽ കിടന്ന് അവസാന ശ്വാസങ്ങൾ വലിക്കുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചിടറി, കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖൽബ ലയഹ്സൻ വഇന്നൽ ഐന ലതദ്മ വഇന്ന അലാ ഫിറാഖിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം. ഹൃദയം വേദനിക്കും, കണ്ണുകൾ നനയും, അല്ലാഹുവിന് പ്രീതിപ്പെടാത്തതൊന്നും നമ്മൾ പറയുകയില്ല. ഇബ്രാഹിം, കുട്ടി, നിങ്ങളുടെ വേർപാടിൽ ഞാൻ ദുഃഖിതനാണെന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുരുന്നിനെ തന്റെ മടിയിൽ നിന്ന് ആഖിറത്തിലേക്ക് യാത്രയാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ പിഞ്ചു മക്കളുടെ മരണത്തിൽ. ഖാസിം എന്ന കുട്ടിയെ ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ച ഉടനെ തന്നെയാണ് കുഞ്ഞിന്റെ മരണവും. ഖദീജ റളിയല്ലാഹു തആല അൻഹ വിതുമ്പി കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാശ്വസിപ്പിച്ചു. ഖദീജ പറഞ്ഞു, പ്രവാചകരെ, ഒന്ന് മുലയൂട്ടുവാനൊരു പൂതിയുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദീജ, നമ്മുടെ കുഞ്ഞിനെ മുലയൂട്ടുവാൻ സ്വർഗീയ സ്ത്രീകൾ കാത്തു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയുണ്ടായിരുന്നു. 6 മക്കളുടെയും മരണം ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ജീവിച്ച നാളുകളിലാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം ഈ ദുനിയാവിൽ ശേഷിച്ചത്. അവരും പ്രവാചകന്റെ വിയോഗത്തിന്റെ മാസങ്ങൾക്ക് ശേഷം ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വഫാത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ വിളിച്ചു പറയുന്നത്, ഫാത്തിമ, ഞാൻ മരണപ്പെട്ടാൽ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് എത്തുന്നത് നിങ്ങളായിരിക്കും എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇவ்விதം പല പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വഹ്യ്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകരെ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ മുമ്പുള്ള ഉലുൽ അസ്മ് പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ. അവരെല്ലാവരും അവരുടെ ജീവിത നാടുകളിൽ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരെല്ലാം ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വഹ്യോതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദരവായ പ്രവാചകൻ ഈ ദുനിയാവിൽ അക്ഷമനായും അസഹിഷ്ണുത പ്രകടിപ്പിച്ചും ഒരിക്കലും അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന, അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം തനിക്ക് നിഷിദ്ധമാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വിരക്തനായി ജീവിച്ചു. ദുനിയാവിൽ സുഖസൗകര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പലതും വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ ദുനിയാവിൽ തനിക്ക് അനുവദനീയമായത് മാത്രം, മതിയായത് മാത്രം സ്വീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല, ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായത് ആഖിറമാണെന്ന് വഹി ഓതിയതിൽ പിന്നെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ നോക്കി പറഞ്ഞത്, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്തൊരു ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷിദ്ധങ്ങളിൽ കൈയൂന്നിയില്ല, നിഷിദ്ധങ്ങളെ ലക്ഷ്യമാക്കിയതുമില്ല. നിഷിദ്ധങ്ങളിൽ നിന്ന് ധന്യനായി ഹലാലായത് കുറച്ചാണെങ്കിലും അതിൽ മതിപ്പെട്ട്, അതിൽ തൃപ്തിപ്പെട്ട് അത് മതി എന്ന് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പട്ടിണി ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖ്ല് പോലും കാണാത്തത് കൊണ്ടാണ് അങ്ങനെ വിശപ്പ് കാരണത്താൽ വളഞ്ഞു കിടന്നിരുന്നത്. ദഖിൽ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാരക്കക്ക് അറബിയിൽ പറയുന്ന പേരാണ്. അതുപോലും കാണാത്തതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളഞ്ഞ് ചുരുണ്ട് കിടന്നിരുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹിലാലിന്റെ ഉദയങ്ങൾ 1, 2, 3 ഒക്കെ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ 3 മാസങ്ങളൊക്കെ കഴിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ തീപ്പുകയാറില്ലായിരുന്നു. ഒരു അറാബി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ പരിചയക്കാരനല്ല, ഞാനൊരു അന്യ നാട്ടുകാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായി. ഒരു വിദേശിയാകുമ്പോൾ അയാൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്, അയാളുടെ അവസ്ഥകൾ അറിയേണ്ടതുമുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു, അവിടെ എന്താണ് ഉള്ളത് എന്നറിയുവാൻ. അപ്പോൾ ആയിഷയിൽ നിന്നുള്ള പ്രതികരണം, പ്രവാചകരെ, ഇവിടെ പച്ചവെള്ളം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിഥിയുമായി വന്നാൽ കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടെ ഇല്ല, ഇവിടെ വെള്ളമാണുള്ളത്. ഓരോ ഭാര്യമാരിലേക്കും ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആളെ അയച്ചു. അവരെല്ലാവരും പ്രവാചകനോട് പറഞ്ഞത്, പ്രവാചകരെ, ഇവിടെ പച്ചവെള്ളം മാത്രമാണുള്ളത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അതിഥിയെ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി എന്നാണ് നുഅ്മാൻ ഇബ്നു ബഷീറും കൂട്ടരുമൊക്കെ പറയുന്നതായ ഹദീസിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറു നിറഞ്ഞ് ഗോതമ്പിന്റെ റൊട്ടി കഴിച്ച നാളുകൾ തിരുനബിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം ഒരു നാളിൽ ദഈഫായി ഞാൻ കേൾക്കുകയുണ്ടായി എന്നാണ് അബൂ തൽഹ പറയുന്നത്. ദഈഫായി കേൾക്കാൻ കാരണം വിശപ്പിന്റെ കാഠിന്യമായിരുന്നു എന്നുള്ളതാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശന്ന അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് പ്രവാചകരെ നിങ്ങൾ ഇപ്രകാരം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജൂ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ വിശപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ ഹുറൈറ, ദുനിയാവിൽ വിശപ്പുണ്ടായി, അതിൽ നമ്മൾ ക്ഷമിച്ചാൽ ആഖിറത്തിൽ നമുക്ക് വിശപ്പുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു റൊട്ടി ചുട്ടെടുത്തു. ആ റൊട്ടി പാകപ്പെട്ട് കിട്ടിയപ്പോൾ അലിയുടെ അടുക്കൽ നിന്ന് ഫാത്തിമ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹുജറയിലേക്ക് ഓടി വന്നു. ആ റൊട്ടി റസൂലുള്ളാഹിയെ ഏൽപ്പിച്ചു. റസൂലുള്ള ചോദിച്ചു, മകളെ, എവിടെ നിന്നാണ് നിനക്ക് ഈ റൊട്ടി കിട്ടിയത്? ഫാത്തിമ പറഞ്ഞു, ഉപ്പ, വീട്ടിൽ അല്പം പൊടി ഉണ്ടായിരുന്നു, ഞാനത് കുഴച്ച് പാകപ്പെടുത്തിയ ഒരു റൊട്ടി ഉണ്ടാക്കിയതാണ്. അത് ചുട്ടെടുത്തപ്പോൾ എനിക്ക് നിങ്ങൾ ഓർമ്മ വന്നു, ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്. ആ റൊട്ടിയിൽ നിന്നൊരു കഷ്ണം വായിലിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മകളോട് പറഞ്ഞു, മകളെ, 3 ദിവസമായി ആദ്യമായി ഞാൻ വായിൽ വെക്കുന്ന ഭക്ഷണം ഇതാണെന്ന്. ഇതായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിനോടുണ്ടായിരുന്ന ബന്ധം എന്നുള്ളതാണ്. അതിന്റെ ചരിത്രങ്ങൾ ഇതുപോലെ ധാരാളം സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണുവാൻ സാധിക്കും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരിക കാന്തി ഏറെയുള്ള, സൗന്ദര്യവും ശാരീരിക ബലവും ഏറെയുള്ള പ്രവാചകനായിരുന്നു. പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനെയും നമ്മുടെ പ്രവാചകന്റെയും മാറി മാറി നോക്കുകയാണ് എങ്കിൽ പ്രവാചകനായിരുന്നു കൂടുതൽ ശാരീരിക സൗന്ദര്യവും കാന്തിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ വസ്ഫ് പറഞ്ഞ, വർണ്ണന പറഞ്ഞ റാവിമാർ റിപ്പോർട്ട് ചെയ്തത് കാണുവാൻ സാധിക്കും. കൈ തൊട്ടാൽ പട്ടിനേക്കാൾ മിനുത്തത്, മണത്താൽ അത് കസ്തൂരിയേക്കാൾ നറുമണമുള്ള മണം, ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവ ഗുണങ്ങളിൽ മികച്ച വ്യക്തിത്വവും ശാരീരികമായിട്ടുള്ള മേന്മകൾ ഏറെയുള്ള പ്രവാചകനുമായിരുന്നു. ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വഹയോതി, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് ക്ലേശമാകുന്നതെല്ലാം ആ പ്രവാചകൻ ഏറെ ഞെരുക്കമുള്ള കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ ആ പ്രവാചകൻ ഏറെ ആർത്തിയുള്ള, എന്ന് പറഞ്ഞാൽ ഇഹപരക്ഷേമങ്ങൾ ഉമ്മത്തികൾക്കുണ്ടാകുന്നതിൽ ഏറെ താല്പര്യമുള്ള പ്രവാചകനാണ് ആ പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളായവരോട് ആർദ്രതയുള്ള, അലിവും കാരുണ്യവുമുള്ള പ്രവാചകനാകുന്നു ആ പ്രവാചകൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയുടെ വിഷയത്തിൽ നമ്മളോട് പറയുകയുണ്ടായത്. ഇങ്ങനെയുള്ള ഒരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള ഖുദ്വത്തും നമുക്കുള്ള ഉസ്വത്തുമായി പറഞ്ഞ് നിയോഗിച്ചയച്ചിരിക്കുന്നു. ഈ റസൂലിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഈ റസൂലിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഈ റസൂലിന് നമ്മളിൽ നിന്ന് ചില അവകാശങ്ങളുമുണ്ട്. എന്താണ് ആ അവകാശം? ആ അവകാശം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കുകയും അതിൽ തീവ്രതയിലും അതേപോലെ ശുഷ്ക സമീപനത്തിലും ചെന്നു ചാടാതെ നമ്മൾ നമ്മളുടെ ആദർശത്തെ സന്തുലിതമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലൈ അന്നമാ ഹുവ ഇലാഹു വാഹിദ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലൈ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലൈ, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലൈ, എനിക്ക് വഹ്യ നൽകപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹയുള്ള മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശക്കുമായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗബാധയുണ്ടായിരുന്നു. മറ്റു മനുഷ്യരൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലവേദനയുണ്ടായത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി പിടിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷബാധയേറ്റത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാരണബാധയേറ്റത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയങ്ങളിലൊക്കെ സാധാരണ മനുഷ്യരെ പോലെയാണ്. അവർ കേൾക്കുന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശന്നിരുന്നു, ദാഹിച്ചിരുന്നു. അതിനാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിക്കപ്പെട്ടിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയുണ്ട് എന്നതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് ഉലൂഹിയത്തോ റുബൂബിയത്തോ വാദിച്ചിട്ടുള്ള റസൂലുള്ളാഹി അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള സിഫത്തുകളെ തനിക്ക് വാദിക്കുകയോ അത് തനിക്ക് ഉണ്ടെന്ന് അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദിവ്യമായിട്ടുള്ളതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേകമായിട്ടുള്ളതായ സിഫത്തുകളെ, വിശേഷണങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുന്ന തീവ്രവാദികളെ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവകാശങ്ങൾ ഹനിക്കുന്ന ആളുകളെയും കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശ്വാസികൾ മധ്യമ നിലപാടുകാരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് ഗദ്യമായും പദ്യമായും പറഞ്ഞും പാടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലാത്ത പോരിശകൾ പറഞ്ഞ് അള്ളാഹ്ക്കുള്ള പ്രത്യേകതകൾ വരെ ചേർത്തുന്ന സ്ഥിതിവിശേഷം കാണാൻ സാധിക്കും. ഞാൻ അദൃശ്യമറിയാത്തവനാണ് എന്ന് പ്രവാചകൻ പറയുക, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നവർ അദൃശ്യമറിയുന്ന പ്രവാചകനാണെന്ന് പ്രവാചകനെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ മദ്ഹിന്റെ പേരിലുള്ള തീവ്രതയാണ്. ചിലർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രവാചകനല്ലാത്തവരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യും. അവർ യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടികളിൽ ഉത്തമൻ എന്ന് പറയുമ്പോൾ പ്രവാചകനില്ലാത്ത വർണ്ണനകളും മതവും റസൂൽ അല്ലാത്തവരിലേക്ക് ചേർക്കുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. പലരും പ്രവാചകനല്ലാത്തവരെ പുകഴ്ത്തി വാഴ്ത്തിയിട്ട് റസൂലിനേക്കാൾ മഹത്വം കൽപ്പിച്ചത് കാണുവാൻ സാധിക്കും. അവർ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കടപ്പാട് വളരെ വലുതാണ്. നമ്മളിൽ നിന്ന് റസൂലുള്ളാഹിക്കുള്ള ഹുഖൂഖുകൾ, അവകാശങ്ങൾ ഏറെ വലുതാണ്. എന്താണ് വേണ്ടത്? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ റസൂലുമാണ് എന്ന് വിശ്വസിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കുക. മൻ അമില സാലിഹൻ മൻ അമില മിൻകും സാലിഹൻ മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മൻ അമില സാലിഹൻ, വല്ലവനും സാലിഹായ അമൽ ചെയ്താൽ. സാലിഹായ അമൽ ചെയ്താൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് അമൽ ചെയ്താൽ, മിൻ ദക്കരിൻ വ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമൽ വല്ലവനും അനുഷ്ഠിച്ചാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവന് നല്ല ജീവിതം അവന് നാം ജീവിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദി അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ ഇത്തിബാഇന്റെ വാക്താക്കളാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയും സുന്നത്തും പിൻപറ്റുന്നവരാകണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യണം, അനുസരിക്കണം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരുണ്യം മുകളിൽ നിന്ന് തന്റെ നേരെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ അള്ളാഹുവിന് വഴിപ്പെടട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞകൾക്കും കൽപ്പനകൾക്കും അവർ വഴിപ്പെടട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മളിൽ നിന്ന് റസൂലുള്ളാഹിക്കുള്ള അവകാശമാണ്. ആ മഹബ്ബത്ത് സൃഷ്ടികളിൽ ആരോടുമുള്ളതിനേക്കാൾ വലുതായിരിക്കണം. സ്വന്തത്തോടൊരാൾക്ക് മഹബ്ബത്തുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ പൂർണ്ണമായ മഹബ്ബത്തായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകേണ്ടത്. ലാ യുഅ്മിനു അഹദുക്കും
ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരും വിശ്വാസികളാവുകയില്ല, ഞാൻ അവർക്ക് അവന്റെ മാതാപിതാക്കളെക്കാളും സന്തതികളെക്കാളും മുഴുലോകരെക്കാളും ഇഷ്ടപ്പെട്ടവൻ ആകുന്നത് വരെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ മഹബ്ബത്ത് വെക്കുക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ സലാത്തും സലാമും നിർവഹിക്കുക. അള്ളാഹുവിനോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ് സലാത്തും സലാമും. അതിനെ നമ്മൾ പെരുപ്പിക്കുകയും നമ്മൾ അധികരിപ്പിക്കുകയും ചെയ്യുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായി ഈ ദീൻ പഠിച്ച് പ്രാവർത്തികമാക്കുക. അതിനെ മറ്റുള്ളവർക്ക് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പകർന്നു നൽകുക, പ്രബോധനം നടത്തുക, പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ തീവ്രത പറഞ്ഞു അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവകാശങ്ങൾ ഹനിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ തീവ്രരാവാതെ തീവ്ര വരുത്തുകയോ കുറവ് വരുത്തുകയോ ചെയ്യലല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇത്തരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ നമ്മളുടെ വിഷയത്തിൽ ഏറെ കനിവും ആർദ്രതയുമുള്ള പ്രവാചകനായിരുന്നു. അള്ളാഹു പറഞ്ഞില്ലേ, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ ഏറെ തൽപരരായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് വരുന്ന ഒരു പ്രയാസം ഏറെ പ്രയാസകരമായിരുന്നു എന്നുള്ളതാണ്. അസീസുൻ അലൈഹി മാ അനിത്തും എന്നാണ്. നിങ്ങൾക്ക് പ്രയാസകരമുണ്ട്, ഏറെ പ്രയാസകരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നമുക്ക് ക്ലേശമുണ്ടാകുന്നത് പ്രവാചകന് ഏറെ പ്രയാസം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ വിഷയത്തിൽ ഏറെ പാടുപെട്ടത് എന്തിനാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടിയും ശത്രുവിൽ നിന്നുള്ള തൊഴിയും പ്രയാസങ്ങളും ഉണ്ടായത് നമ്മളെ സ്വർഗത്തിന്റെ വഴി കാണിച്ചു തരുന്നതിന് വേണ്ടിയും നമ്മളെ ആ മാർഗേണ നയിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹു ഏൽപ്പിച്ചതായ ദൗത്യം അത് വെള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ കുറവില്ലാതെ നമുക്ക് എത്തിച്ചു തരുന്ന മാർഗേണയായിരുന്നു. നാളെ മഹ്ശറ വൻസഭയിൽ സന്തതികൾ ഉയർത്തെഴുന്നേറ്റാൽ നമ്മുടെ പ്രവാചകന്റെ വിളിയെല്ലാം ഉമ്മത്തി ഉമ്മത്തി എന്നായിരിക്കും, നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. സിറാത്തിന്റെ ചാരത്ത് റസൂലുള്ള വന്നു നിന്നാൽ നമ്മൾ ഉമ്മത്തികൾ സിറാത്തിൽ മുറിച്ചു കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്നായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ അള്ളാഹുവിന്റെ അർശിന് മുന്നിൽ സുജൂദിൽ വീണ് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിനെ പ്രശംസിച്ച് സുജൂദ് നിർവഹിക്കുന്നത് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കുന്നതിന് വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശുപാർശ പറയുവാൻ അനുവാദം നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയും ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ആരംഭ റസൂൽ, ആ റസൂലാണ് നമ്മുടെ ഉസ്വത്തും ഖുദ്വത്തും. അതുകൊണ്ട് തന്നെ ആ റസൂലിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു കാര്യത്തിലും പിശുക്കന്മാരാവുക എന്നുള്ളത് പാടുള്ളതല്ല, അപ്രകാരം തീവ്രതയിലാവുക എന്നുള്ളതും പാടുള്ളതല്ല. ഈ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മൾ ഉമ്മത്തികൾക്ക് മാത്രമുള്ള കാരുണ്യമല്ല, പ്രത്യുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകർക്ക് മുഴുവനുള്ള കാരുണ്യമാണ്. ഇന്നമാ അന റഹ്മത്തും മുഹ്ദാ, ഞാൻ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട കാരുണ്യമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മുഴു ലോകർക്കുമുള്ള റഹ്മത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഫാഹിഷല്ല, ഞാൻ മുതഫഹിഷല്ല, ഞാൻ തെറി പറയുന്നവനോ തെറി പ്രവർത്തിക്കുന്നവനോ അല്ല. അതേപോലെ ഞാൻ വല സഹാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ കൂക്കി വിളിച്ച് നടക്കുന്നവനല്ല. വല ലആനൻ, ഞാൻ ലോകരെ ശപിക്കുന്നവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ വിശ്വാസികളുടെ വിഷയത്തിൽ ശപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ ശാപം പൊഴിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അവിശ്വാസികൾക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്, അഥവാ അവരുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ശാപം അർഹിക്കുന്ന പ്രവൃത്തി ചെയ്ത ഒരു വിഭാഗത്തിന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഹിദായത്ത് നൽകണേ എന്ന് പറഞ്ഞ് റസൂലുള്ള ആകാശത്തിലേക്ക് കൈ ഉയർത്തി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവാചകൻ കാരുണ്യത്തിന്റെ
ഏറ്റവും വലിയ ഉദാഹരണമാണ്, ലോകർക്കടങ്കലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സല്ലാം ബിൻ മിഷ്കം എന്ന ഒരു ജൂതന്റെ ഭാര്യ സൈനബ് ബിൻതുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു ദുഷ്ടപ്പെണ്ണ് പ്രവാചകന് വിഷം നൽകുകയുണ്ടായി. ആ സ്ത്രീയുടെ ചെയ്തി ഏറെ ക്രൂരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന വേദിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്, ഞാൻ നൽകുന്ന ഒരു ഹദിയ സമ്മാനം മുഹമ്മദ് സ്വീകരിക്കുമോ? അവർ പറഞ്ഞു സ്വീകരിക്കും. ഞാൻ ഒരു ആടിനെ അറുത്ത് അതിന്റെ മാംസമാണ് സമ്മാനിക്കുന്നത് എങ്കിൽ അത് ഇഷ്ടമാകുമോ? സഹാബികൾ പറഞ്ഞത് ഇഷ്ടമാകും. എങ്കിൽ ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക? കാൽത്തുട, ആടിന്റെ കാൽത്തുടയാണ് പ്രവാചകൻ ഏറെ ഇഷ്ടം എന്നുള്ള വിഷയങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ഈ സൈനബ് ബിൻതുൽ ഹാരിസ് എന്ന് പറയുന്ന സ്ത്രീ ഒരാടിന്റെ മാംസം പാകം ചെയ്ത് ഭക്ഷണമാക്കി അതിൽ വിഷം വെച്ച് ഉഗ്രവിഷം വിശിഷ്യ കാൽത്തുടയിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിക്കുകയുണ്ടായത്. ബിശ്ർ ബിനുൽ ബറ എന്ന് പറയുന്ന സഹാബി ആ വിഷം കുടുങ്ങി മരിക്കുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷത്തിന്റെ മാംസം വായിലിട്ടപ്പോൾ ആ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. വിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുവച്ചു തുപ്പി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലും വായിലും വ്രണം തീർത്തു. ഹിജ്റയുടെ 8ന്റെ ഒടുവിലാണ് ഈ വിഷം ഈ ജൂതപ്പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. 8ന്റെ ബാക്കിയും 9, 10 ഹിജ്റയുടെ 11ന്റെ റബീഉൽ അവ്വൽ 12 വരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ജീവിച്ചത്. ആ കാലയളവിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നയിച്ചത് ഒരുതരം തലവേദനയും പനിയുമായിരുന്നു. വിശിഷ്യ മരണത്തോടടുത്തുന്ന ആളുകളിൽ എല്ലാം ഈ ജൂതപ്പെണ്ണ് നൽകിയ വിഷത്തിന്റെ കാരണത്താലായിരുന്നു. റബീഉൽ അവ്വൽ മാസം 12-ന് വഫാത്താവുന്നതിന്റെ തൊട്ട് മുമ്പ് സഫറിന്റെ ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ ചെന്ന് റസൂലുള്ളാഹി അവിടെയുള്ള സഹാബികൾക്ക്, മറമാടപ്പെട്ട സഹാബികൾക്ക് സലാം ഓതി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത് മടങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ അബൂ മുവൈഹിബ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മൗലയുണ്ടായിരുന്നു. അബൂ മുവൈഹിബ എന്ന മൗല പ്രവാചകനോടൊപ്പം തിരിച്ചു മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ വീഴുകയുണ്ടായി. റസൂലുള്ളാഹിന്റെ പനി കൂടി, തലവേദന കഠിനമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് തന്റെ തലയിൽ കൈവച്ച് റസൂലുള്ളാഹി ഇരുന്നു പോവുകയാണ്. നടക്കാൻ കഴിയാത്ത വിധം പ്രയാസം. അത് ഈ വിഷം കാരണത്താലായിരുന്നു. മരണത്തോട് അടുക്കുമ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കഴുത്തിൽ ആവലാതിപ്പെട്ടത് ഒരു വേദനയാണ്. മരണം വരിക്കാൻ നിമിഷങ്ങൾ ശേഷിക്കുമ്പോൾ ഭാര്യ ആയിഷയുടെ കാതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു രഹസ്യം, യാ ആയിഷ ഇന്നി വജദ്തു അലമ തആം അല്ലദി അകൽതുഹു മിൻ ഖൈബർ ഫഹാദി അവാൻ വജദ്തു ഇൻഖിതാഅ ബുഹരി മിൻ ദാലിക സും. ആയിഷ, ഖൈബറിൽ വെച്ച് എനിക്ക് തീണ്ടതായ വിഷം അതെനിക്കിപ്പോൾ വേദന നൽകുകയാണ്. ഈ സമയം എന്റെ ആന്തരിക അവയവങ്ങൾ മുറിഞ്ഞു പോകുന്ന വേദന എനിക്കുണ്ടെന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ റൂഹിനെ മലക്കുൽ മൗത്തിന് തിരിച്ചേൽപ്പിക്കുന്നത്. അത്രമാത്രം ക്രൂരത ചെയ്ത ആ ജൂതപ്പെണ്ണിന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പേകുകയുണ്ടായി എന്ന് പറയുമ്പോൾ മാപ്പിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഒരു ഉദാഹരണം ലോകത്തിന്റെ ചരിത്രത്തിൽ ഏതാണുള്ളത്? ഖൈബറിൽ നിന്ന് മടങ്ങിയെത്തി ഖൈബറിലുള്ള പ്രവാചകന് നേരെയുള്ള വധശ്രമത്തിൽ ജൂതന്മാർ പരാജയപ്പെട്ടപ്പോൾ അതിൽ പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാരണം ചെയ്ത് പ്രവാചകനെ അരിക്കാക്കുവാനും ഒതുക്കുവാനും ജൂതന്മാരും കപടവിശ്വാസികളും ശ്രമിച്ചത്. ജൂതന്മാർ പണം ഇറക്കി കപടവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ മാരണം പണി ചെയ്യുകയുണ്ടായി. ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ദുഷ്ടൻ മുസ്ലിം വേഷം ധരിച്ച് അവനും അവന്റെ പെൺമക്കളും സഹോദരികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാരണ പ്രവൃത്തി ചെയ്യുകയുണ്ടായി. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ശാരീരികമായിട്ടുള്ള പ്രവാചകന് ചില പ്രയാസങ്ങൾ അതിൽ അനുഭവിക്കുകയുണ്ടായി. ഈ മാരണപ്പണി ചെയ്ത ലബീദ് ബിൻ ആസമിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിക്കുകയുണ്ടായി. അവന്റെ പെൺമക്കളെ കുറിച്ചും അവന്റെ സഹോദരികളെ കുറിച്ചും വിവരം ലഭിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതിക്രിയക്ക് നിന്നില്ല. അവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ചരിത്രം. ശത്രുവിന് പോലും മാപ്പ് നൽകി അവരെ വെറുതെ വിടുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയ വിശാലത എത്രമാത്രം വലുതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാല ഹൃദയം അത് എത്രമാത്രം കനിവുള്ളതും ആർദ്രതയും ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഹബീബിനെ നമ്മൾ സഹോദരന്മാരെ ഹൃദ്യമായി സ്വീകരിക്കേണ്ടതുണ്ട്, യഥാവിധം വിശ്വസിക്കേണ്ടതുണ്ട്. ചാണിന് ചാണയായി, മുഴത്തിന് മുഴമായി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യേണ്ടതുണ്ട്.
ആ തിരുനബിയുടെ പേരിൽ സലാത്തും സലാമും നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എല്ലാവരോടും പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹബീബായ തിരുനബിയോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരു ഇടമേകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തിരുനബിയുടെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ തിരുനബിയുടെ സുംറത്തിൽ മഹ്ശറിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തിരുനബിയുടെ ശഫാഅത്തിൽ അംഗങ്ങളാകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എല്ലാവരോടും പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് എല്ലാവർക്കും അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവർക്ക് കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരുക്കിയ അള്ളാഹുവിന്റെ മുആഫാത്തുൻ ദായിമ അവർക്കും നമുക്കും കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.